നമസ്കാരം. എൻ്റെ പേര് ശരണ്യ. കഴിഞ്ഞ 7 വർഷക്കാലം ഒരു വിദ്യാലയത്തിൽ മലയാളം അധ്യാപികയായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ LP UP തലങ്ങളിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് വ്യവഹാര രൂപങ്ങളും അടിസ്ഥാന വിവരങ്ങളും അവർക്ക് എന്നാൽ കഴിയുന്ന വിധം പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മലയാളം അധ്യാപികയായതിനാൽ തന്നെ മലയാള ഭാഷയെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. എത്ര പേർ കാണുമെന്നോ നിങ്ങൾ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കാണുമെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഒരു സന്തോഷം, നമുക്കറിയാവുന്ന കുഞ്ഞറിവാണെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് അല്ലേ. പറയാറില്ല, നമുക്ക് ഒരു തീപ്പെട്ടിത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് പ്രകാശം ചൊരിയാനായിട്ട് പറ്റും അല്ലേ. അല്ലെങ്കിൽ നല്ല ഇരുട്ടുള്ളൊരു മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി, എന്ത് ചെയ്യും, പ്രകാശം പരക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള അറിവെന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന ഇത്തിരി അറിവാണെങ്കിലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ അവർക്കും അറിവ് നേടാൻ നമ്മുടെ അറിവും കൂടിക്കൊണ്ടേ ഇരിക്കും. ആ ഒരു സന്തോഷം എന്നിലുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ എടുത്തൊന്നും വലിയ പരിചയമില്ല. കൊറോണ സമയത്ത് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, എൻ്റെ മുന്നിലിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ മാതൃഭാഷയാണ് അല്ലേ. എന്താണ് മാതൃഭാഷ? നമ്മൾ ജീവിക്കുന്ന എവിടെയാ? കേരളം. നമ്മൾ കേരളീയരാണ് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ആണോ അല്ലയോ? ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ മലയാള ഭാഷ ആർക്ക് തുല്യമാണ്? അമ്മയ്ക്ക് തുല്യമാണ്. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഭാഷ എന്ന കവിതയിൽ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. നമ്മുടെ വള്ളത്തോൾ പ്രശസ്തനായ മലയാള കവി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഭാഷ എന്ന കവിതയിൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അതായത് വള്ളത്തോൾ നമുക്ക് പറഞ്ഞു തരിക മറ്റേതു ഭാഷ പഠിച്ചാലും, നാം എവിടെ ചെന്ന് ഏത് ഭാഷ പഠിച്ചാലും നമ്മുടെ മനസ്സിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് തന്നെ ആയിരിക്കും, അടിസ്ഥാനം എന്ത് തന്നെ ആയിരിക്കും, നമുക്ക് അമ്മയ്ക്ക് തുല്യം എന്ത് തന്നെയായിരിക്കും, നമ്മുടെ മലയാള ഭാഷ തന്നെയായിരിക്കും. കാരണം നമ്മൾ മലയാളികൾ ജനിച്ചു വീഴുന്നത് മലയാള മണ്ണിലാണല്ലേ. ആ മണ്ണിൽ നിന്ന് നമുക്ക് ചുറ്റും നമ്മൾ ജനിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം, നമ്മുടെ അമ്മ സംസാരിക്കുന്നത് അല്ലേ, നമ്മുടെ അമ്മ നമ്മളോട് സംസാരിക്കുന്നത് എല്ലാം ഏത് ഭാഷയിലാണ്? മലയാളം. അത് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വയ്ക്കുക, ആ കുഞ്ഞ് ആദ്യം മോ എന്നാണോ വിളിക്കുന്നത്, അതോ മദർ അല്ലെങ്കിൽ മമ്മി എന്നാണോ വിളിക്കുന്നത്? നമ്മൾ മലയാളികൾ അല്ല, ഉമ്മ അല്ലേ, ഉമ്മ, അമ്മ. അതേ പ്രാധാന്യം തന്നെയാണ് ആർക്കുള്ളത്? നമ്മുടെ മലയാള ഭാഷയ്ക്കും ഉള്ളത്. അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ഏത് ഭാഷ നമുക്ക് വന്നാലും നമ്മുടെ മാതൃഭാഷയായിരിക്കണം പ്രാധാന്യം അർഹിക്കേണ്ടത് ഏത് തന്നെയായിരിക്കണം? നമ്മുടെ മലയാള ഭാഷ തന്നെയായിരിക്കണം. അതായത് വീണ്ടും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പറയാറില്ലേ, പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല അല്ലേ. 10 അമ്മ നിന്നാലും നമ്മുടെ സ്വന്തം അമ്മയാവോടാ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മുടെ അമ്മയ്ക്ക് തുല്യം അമ്മ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയും. നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ മലയാള ഭാഷ. കേരളീയരുടെ ഭാഷ മക്കളെ? മലയാളമാണല്ലേ. മല അധികം അളം എന്നതിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? മലയാളം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മല അധികം അളം എന്നതിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? മലയാളം. മനസ്സിലായോ? മലയും സമുദ്രവും ആഴിയും എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മലയാള ഭാഷ പ്രാചീന തമിഴിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന് ആര് പറയുന്നുണ്ട്? ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പ്രാചീന തമിഴിൽ നിന്ന് രൂപം കൊണ്ടതാണ് മലയാള ഭാഷ എന്ന് ആര് പറയുന്നുണ്ടടാ? നമ്മുടെ പ്രാചീന ചരിത്രകാരന്മാര് പറയുന്നുണ്ട് അല്ലേ. മലയാള ഭാഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ പദവി
കേട്ടിട്ടുണ്ടോ? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മലയാളം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് മക്കളെ ഏത്? മലയാളം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്താ ഈ ശ്രേഷ്ഠ ഭാഷ? എന്താണ് അറിയാമോ? അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അതായത് 2000-ലധികം വർഷം ചരിത്രമുള്ള ഭാഷയെ ക്ലാസിക്കൽ പദവി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, 2000 വർഷം പഴക്കം ചെന്ന അല്ലെങ്കിൽ ചരിത്രമുള്ള ഭാഷയെ ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്ത് ആരെന്ന് വയ്ക്കുന്നു? നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്. അപ്പോൾ ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് ഏതെന്ന് പറയുന്നതടാ? നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത്. ഇത് ആരാ കൊടുക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ആണല്ലേ. ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. ആദ്യം കിട്ടിയത് ഏതിനാണെന്നറിയാമോ? ശ്രേഷ്ഠ ഭാഷാ പദവി തമിഴിനാണ്. ആദ്യം ഏതിന് കിട്ടി? തമിഴിന്. രണ്ടാമത് വന്നിട്ട് ഏതിന് കിട്ടി? സംസ്കൃതത്തിന് കിട്ടി. രണ്ടാമത് ഏതിനാ കിട്ടിയത്? സംസ്കൃതത്തിന് കിട്ടി. 5ാമതാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ മലയാളത്തിന്. അപ്പോൾ ചിന്തിച്ചു നോക്കി, എത്ര വർഷം പഴക്കമാണ് നമ്മുടെ മലയാളത്തിന്, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷയാണ് ഏത്? നമ്മുടെ മലയാളം. അപ്പോൾ ആദ്യം ഏതാ? തമിഴ്. രണ്ടാമത് ഏതാ? സംസ്കൃതം. ഇത് രണ്ടും മെയിൻ ആണ്. കാരണം നിങ്ങൾ വളർന്ന് വലുതായി PSCക്കൊക്കെ പോകുമ്പോഴേ എഴുതേണ്ടി വരും. ഇതൊക്കെ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയ എക്സാമിനും ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ് എന്തെന്ന് പറയുന്നത്? മലയാളം. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് മുതൽ, അവൻ ജനിച്ച് മലയാള മണ്ണിൽ ജനിച്ച് അവൻ വളർന്ന് വലുതാവുമ്പോൾ അവൻ്റെ ചിന്ത പോലും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും? മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടായിരിക്കും. പിന്നീട് നമ്മൾ വള്ളത്തോളിൻ്റെ 2 വരി പറഞ്ഞു, അല്ലേ? ആ കവിതയിൽ എന്താ പറയുന്നത്? ഏത് ഭാഷ പഠിച്ചാലും ഏത് ഭാഷ വന്നാലും മലയാളത്തിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്നത് പറയുന്നത് മലയാള ഭാഷ എന്ന് പറയുന്നത്. അടുത്തെന്താ? മല അധികം അളം എന്നതിൽ നിന്നാണ് എന്തുണ്ടായത്? നമ്മുടെ മലയാളം എന്ന പദം ഉണ്ടായത്. അതായത് മലകളും സമുദ്രവും ചേരുന്നത് എന്നർത്ഥം വരുന്നതിൽ നിന്നാണ് മലയാളം എന്ന പദം ഉണ്ടായത്. ഇത്രയും അടിസ്ഥാന വിവരങ്ങളാണ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ LP മുതലേ അല്ലെങ്കിൽ നമ്മൾ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എന്ത് കേട്ടു തുടങ്ങും? നമ്മുടെ മലയാള കവികളെ കുറിച്ച് കേട്ടു തുടങ്ങും, അല്ലേ? ആരൊക്കെയാ? 2 വിഭാഗം ഉണ്ടല്ലോ. ഏതൊക്കെയാ? പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും. എന്തൊക്കെയാ? പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം മറന്നുപോയതല്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. മലയാള അക്ഷരങ്ങളൊക്കെ അറിയാമല്ലോ, അല്ലേ? ഏതാ? സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്, കൂട്ടക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം കുഞ്ഞു ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ നമ്മുടെ അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും, നമ്മുടെ അറിവ് വർദ്ധിക്കും. നമ്മൾ വളർന്ന് വലുതായി നല്ല ഉയർന്ന സ്ഥാനങ്ങളിലെത്താൻ എന്ത് സഹായിക്കും? വായന സഹായിക്കും. അപ്പോൾ വായനയ്ക്കുള്ള മാധ്യമം ഏതാ? നമ്മുടെ ഭാഷ ഏതാ? മലയാളം, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ എന്ന് പറയുന്നത്. എന്താണ് ആശയവിനിമയം? അതായത് പരസ്പരം സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കൂലേ? സംസാരിക്കുന്നതിനുള്ള ഉപാധി അല്ലെങ്കിൽ മാധ്യമമാണ് ഏതെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ ഉപാധി ഏതാടാ? മലയാളമാണ്, അല്ലേ? നമ്മുടെ ഏതാ? മലയാളം. അപ്പൊ നോക്കിക്കോ, നമ്മൾ മലയാളം ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആദ്യത്തെ കാര്യമാണ് പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും. പ്രാചീനം, പഴയകാല എഴുത്തുകാർ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? അറിയാമോ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാ? എഴുത്തച്ഛനാണ് കേട്ടോ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പൂർണ്ണമായ പേരെന്താണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാ മക്കളെ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോൾ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? പറഞ്ഞേ. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. അപ്പോൾ പഴയതുണ്ടെങ്കിൽ ഒരു പുതിയതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാ? ആധുനിക കവിത്രയങ്ങൾ കുമാരനാശാൻ, ഉള്ളൂർ, പിന്നെ ആരാ? നമ്മൾ കുറച്ച് നേരത്തെ ഒരു വരി പറഞ്ഞില്ലേ, 2 വരി. അദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? വള്ളത്തോൾ, അല്ലേ? വള്ളത്തോൾ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ.
വെള്ളത്തോളല്ല കേട്ടോ, വള്ളത്തോൾ എന്ന് പറയണം. പറഞ്ഞ ആരൊക്കെ ആധുനിക കവിത്രയങ്ങൾ? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, പിന്നെയോ വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. ആരൊക്കെയാ മക്കളെ പ്രാചീന കവിത്രയങ്ങൾ? എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. ആരൊക്കെയാ? എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. എഴുത്തച്ഛൻ ആരാ? മലയാള ഭാഷയുടെ പിതാവാണല്ലേ. ആരാണ്? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അടുത്താരാ? കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി അല്ലേ. കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. അപ്പൊ പ്രാചീന കവിത്രയം, ത്രയം എന്ന് പറഞ്ഞാൽ മൂന്നെന്നാണ് അർത്ഥം. ത്രയം എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് പേര് തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? പറഞ്ഞേ. എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. ഇതിൽ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയം എൻ്റെ സാറ്, മലയാള സാർ എന്ത് ചെയ്യുമെന്നറിയാം? അധ്യാപകൻ നമുക്ക് പറഞ്ഞു തരും, മക്കളെ പഠിക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്യണം? തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി ഇങ്ങനെ പഠിച്ചു വെക്കാൻ പറയും. പ്രാചീന കവിത്രയങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് എന്ത് പറയും? തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി. ഒരു വാക്ക് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ നല്ല രസമല്ലേ? തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി അല്ലേ. അപ്പോ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, പിന്നെ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. അതേ കണക്ക് തന്നെയാണ് ആര്? ആധുനിക കവിത്രയങ്ങൾ 3 പേര്. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. പറഞ്ഞു നോക്കിക്കേ. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, കുമാരനാശാൻ, ഉള്ളൂർ പരമേശ്വരയ്യർ, അടുത്താരാ? വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ നമ്മളിന്ന് മലയാള ഭാഷയുടെ അടിസ്ഥാന കാര്യങ്ങൾ കുറച്ചേ പഠിച്ചുള്ളൂ. പഠിക്കുകയല്ല, കുറച്ചേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും സംഗ്രഹിച്ച് ഒരിക്കൽ കൂടെ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്, പെറ്റമ്മയ്ക്ക് തുല്യമാണ് അല്ലേ. നമുക്ക് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് അല്ലെങ്കിൽ മാധ്യമമാണ് ഏതെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളാണ് അല്ലേ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്? പ്രാചീന കവിത്രയങ്ങൾ, ആധുനിക കവിത്രയങ്ങൾ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാ? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇത് ഇത്രയും ഓർമ്മയിൽ വെച്ചേക്കുക. ഇത് പ്രധാനമാണ്, പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ എന്താണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മുടെ പാഠപുസ്തകം നോക്കുമ്പോൾ പുസ്തകത്തിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് ജീവചരിത്രക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ്, വർണ്ണന, വാഗ്മയചിത്രം, പ്രയോഗഭംഗി, പിന്നെ സന്ധി അല്ലേ, സന്ധികൾ, പ്രാസം, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആത്മകഥ എല്ലാം വരും. അതുപോലെ നമുക്ക് കുറച്ച് സാഹിത്യ രൂപങ്ങളുണ്ടല്ലോ മലയാളത്തിൽ. ഏതൊക്കെയാ? കവിത, കഥ, ചെറുകഥ, ലേഖനം, നോവൽ, കേട്ടിട്ടില്ലേ? ആത്മകഥ, ജീവചരിത്രക്കുറിപ്പ്, ഓർമ്മക്കുറിപ്പ്, സഞ്ചാര സാഹിത്യം. ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന പാഠാവലിയിലും കേരള പാഠാവലിയിലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സ്വന്തമായിട്ട് എഴുതാനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെ എഴുതണം, എപ്രകാരം എഴുതണം, അത് എങ്ങനെ നമുക്ക് ചിന്തിച്ചെഴുതാം എന്നതൊക്കെ എളുപ്പമാക്കാനായിട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ എനിക്കും ഒരു മനസ്സിലൊരു സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് എത്ര പേര് കാണുന്നതൊന്നും അറിയില്ല. അപ്പോൾ കാണുന്നവരെന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്ന് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി.